ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ പറയുന്നതും അതായത് വെയർ ഹൗസിലേക്ക് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാറ്. അപ്പം ഇന്ന് ഒരു ഇൻഡസ്ട്രിക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് അലിക നമ്മുടെ കൂടെയുണ്ട്, സംസാരിക്കാം. അലിക, എന്താണ് ഹവായ് ഗ്രൂപ്പ് ഇന്റർനാഷണൽ? ഹവായ് ഗ്രൂപ്പ് ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ 2 സെഗ്മെന്റിലായിട്ട് ഡോർസ് ആൻഡ് വിൻഡോസ്, LED സ്ക്രീൻ, ഈ 2 സെഗ്മെന്റിലായിട്ട് 15ഓളം കമ്പനികൾ നമ്മൾക്കുണ്ട്. ഇത് നമ്മൾ സൗദി, UAE, അതേപോലെ ഖത്തർ, ബഹ്റൈൻ, ഇന്ത്യ, ഇത്രയും സ്ഥലങ്ങളിൽ നമ്മൾ ഡയറക്റ്റ് ഓഫീസും സ്റ്റാഫുകളെയും വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ UK, US ഒക്കെ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കസ്റ്റമേഴ്സ് ഉണ്ട്, നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോർസ് ആൻഡ് വിൻഡോസ് ആൻഡ് ഇത്രയും രാജ്യങ്ങളിൽ ഏകദേശം 1000ഓളം എംപ്ലോയീസ് ഉണ്ട്, അല്ലെങ്കിൽ 1000-ൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ട്. 4 മാനുഫാക്ചറിങ് കമ്പനികളുണ്ട്, ഇത്രയും രാജ്യങ്ങളിൽ ഓപ്പറേഷൻ ഉണ്ട്. ഇതൊക്കെ അടങ്ങിയ ഒരു സംവിധാനമാണ് ഹവായ് ഗ്രൂപ്പ്. അതിലിപ്പോ നമുക്ക് വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് LED സ്ക്രീനിൽ ഞങ്ങളുടെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 2022 ഖത്തറിൽ നടന്ന ഫിഫയുടെ വേൾഡ് കപ്പിൽ ഫിഫയുടെ ഒഫീഷ്യൽ വെണ്ടറായിരുന്നു ഞങ്ങൾ. അതിന് മുമ്പ് നടന്ന അറബ് കപ്പിലും നമ്മുടെ ഫിഫയുടെ ഒഫീഷ്യൽ വെണ്ടറായിരുന്നു. അതുകൂടാതെ ദുബായിൽ നടക്കുന്ന ജൈടെക്സ് പോലത്തെ വലിയ ടെക്നോളജി എക്സിബിഷനിലൊക്കെ ഞങ്ങൾ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യല്ല, അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് ഞങ്ങൾ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. LED സ്ക്രീനുകൾ ഞങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നെ ഖത്തറിലും അതേപോലെ നടന്ന ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഖത്തർ ഗവൺമെന്റിന്റെ അവിടുത്തെ മിലിറ്ററിയുടെ പ്രൊജക്റ്റുകൾ, ഇതിലൊക്കെ തന്നെ അവരൊക്കെ ഒരു ഒഫീഷ്യൽ വെണ്ടറായിട്ട് അവർക്ക് വേണ്ട ടെക്നോളജി പാർട്ണറായിട്ട് ഞങ്ങൾ നിന്നിട്ടുണ്ട്. ഹവായ് LED സ്ക്രീൻ നിന്നിട്ടുണ്ട്. കേരളത്തിലെ എവിടെയൊക്കെ പ്രൊജക്റ്റ് പോയിട്ടുണ്ട്? കേരളത്തിലെ LED സ്ക്രീൻ എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയ 3D LED സ്ക്രീൻ ഉള്ളത് Q1 മാളിലാണ്. നമ്മുടെ എടപ്പള്ളിയിൽ നിന്ന് ആലപ്പുഴ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആ പ്രോജക്റ്റ് ഞങ്ങളുടെ പ്രോജക്റ്റാണ്. അതുകൂടാതെ ഇപ്പം IG ഒക്കെ അടക്കമുള്ള ഇവിടെയുള്ള ഒട്ടുമിക്ക മുൻനിര ബ്രാൻഡുകൾക്കും LED സ്ക്രീൻ സപ്ലൈ ചെയ്യുന്നത് ഞങ്ങളാണ്. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ്. ഇന്ത്യയിൽ ഒരു 4-5 കമ്പനി സെഗ്മെന്റിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ വൺ ഓഫ് ദ കമ്പനി ഹവായ് LED സ്ക്രീനാണ്. ഇനി ഡോർസ് ആൻഡ് വിൻഡോസിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് 3 മാനുഫാക്ചറിങ് കമ്പനികളും 32 ഷോറൂമുകളും നിലവിലുണ്ട്. കേരളത്തിലും പുറത്തുമായിട്ട് സൗത്ത് ഇന്ത്യയിലുണ്ട്. ഹൈദരാബാദ് മുതൽ ഇങ്ങോട്ട് ട്രിവാൻഡ്രം വരെയുള്ള തമിഴ്നാട്ടിൽ 8-9 ഷോപ്പുകളുണ്ട്. 9-10 ഷോപ്പ് തമിഴ്നാട്ടിലുണ്ട്. കേരളത്തിൽ 10-18 ഷോപ്പുകൾ, 19 ഷോപ്പുകളുണ്ട്. പിന്നെ കർണാടകയിൽ 2-3 ഷോപ്പുകളുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ആന്ധ്ര, തെലുങ്കാന, കർണാടക, കേരളം, തമിഴ്നാട് എല്ലാ ഏരിയയിലും കൂടിയിട്ട് 32 ഷോറൂമുകളും 3 മാനുഫാക്ചറിങ് കമ്പനികളും നമ്മൾക്കുണ്ട്. അതെ. സ്വിറ്റ്സർലാൻഡിൽ നമുക്ക് കിട്ടുന്ന വെച്ചാൽ അവരൊരു കമ്പനി ഇന്ത്യയിൽ നിന്നും ഏറ്റവും നന്നായിട്ട് ഡോർസ് ആൻഡ് വിൻഡോസ് ചെയ്യുന്ന ഒരു കമ്പനിയെ സെലക്ട് ചെയ്ത സമയത്ത് സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ അതൊരു എൻഡ് കസ്റ്റമർക്ക് വരെ കൊടുത്തു വളരെ നല്ല സർവീസ് സംവിധാനമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു കമ്പനിയെ അവർ സെലക്ട് ചെയ്ത സമയത്ത് അതിന് കിട്ടിയിട്ടുള്ള ഒരു ഗ്ലോബൽ ഇന്ത്യ ബിസിനസ് എക്സലൻസ് അവാർഡ് അത് ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസിനാണ്. ഈ സെഗ്മെന്റിൽ ഞങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഡോർസ് ആൻഡ് വിൻഡോസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഒരു പുതിയ പ്രൊജക്ട് വരുന്നുണ്ടല്ലോ കാക്കനാട്. എന്താണ് അതിന്റെ ഒരു? കാക്കനാട് ഞങ്ങൾ 2 പ്രോജക്റ്റ് വരുന്നുണ്ട്. ഒന്ന് ഞങ്ങളൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അത് ഏകദേശം 1.5 ഏക്കർ സ്ഥലത്ത് 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ കമ്പനി. ഞങ്ങളിപ്പോൾ പല സ്ഥലങ്ങളിലായിട്ടാണ് നമ്മുടെ ഓഫീസുകളൊക്കെ ഇരിക്കുന്നത്. ഇതിനെ കൊച്ചിയിലുള്ള എല്ലാ ഓഫീസുകളെയും ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടാണ് ഒരു പ്രോജക്റ്റ് വരുന്നത്. അത് പണി ആരംഭിച്ചു. വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിത്തിൻ 1 ഇയർ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ടോട്ടൽ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒരു ഓഫീസ് ബിൽഡിംഗ് ആണ്. അത് മൊത്തത്തിൽ ഓഫീസ് ആയിട്ട് താഴെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് സെന്ററും ബാക്കി മുകളിലൊക്കെ നമ്മുടെ ഒരു ഓഫീസുകൾ, സർവീസ് സെന്റർ, ഓഫീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു 6 ഏക്കർ സ്ഥലം ഇപ്പൊ ഞങ്ങൾ അക്വയർ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെയർ ഹൗസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഡോർ വലിയൊരു പ്രോഡക്റ്റ് ആണ്. അത് നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലം വേണം. ഇപ്പൊ നിലവിൽ പല സ്ഥലങ്ങളിലായിട്ട് ഏകദേശം 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഞങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടേതായ തന്നെ ഒരു സ്വന്തം ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഞാൻ ചോദിക്കുന്നത്, ഇതിൽ പബ്ലിക്കിലേക്ക് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ കൊടുക്കാൻ പറ്റും? പബ്ലിക്കിലേക്ക് എന്നുള്ളതല്ല, നമ്മളുമായിട്ട് ഈ വെയർ ഹൗസ് പ്രോജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ. ഇപ്പോൾ കൊച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചിയും ഇൻവെസ്റ്റ്മെന്റും 2 ഫാക്ടർ അതിനകത്തുള്ളത്. നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഇപ്പോൾ നമ്മൾ വെയർ ഹൗസ് പോലത്തെ മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ കൂടുതൽ റിട്ടേൺ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളിപ്പോൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. റോഡ് വൈഡനിങ് വന്നിട്ടും അപ്രതീക്ഷിതമായിട്ട് പുതിയ റോഡുകൾ വന്നിട്ടും ഒക്കെ കണ്ടമാനം ബിൽഡിംഗ്
ബിൽഡിങ്ങുകൾ ഡെഡായിട്ടിരിക്കുകയാണ്, ഒരു ഉപയോഗവുമില്ലാതെ. അപ്പോൾ ഞാൻ ആലോചിക്കും എന്തുമാത്രം ആളുകളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ പൈസകളാണൊക്കെ ഞാൻ നിൽക്കുന്നത് എന്നുള്ളത്. പലപ്പോഴും ആളുകൾക്ക് ഒരു ഭയങ്കര താല്പര്യമാണ് ബിൽഡിംഗ് ഉണ്ടാക്കുക, ബിൽഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഒരിക്കലും അത് കറക്റ്റ് പ്രൊഡക്റ്റീവായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നിടത്ത്, അതിൻ്റെ റിസൾട്ട് ഫ്രൂട്ട് എടുക്കുന്നിടത്ത് എനിക്ക് തോന്നുന്നത് ഒരു 50% കൂടുതൽ ആളുകളും പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അതിൻ്റെ കറക്റ്റ് നല്ലൊരു അഡ്വാൻസും വാടകയൊക്കെ കിട്ടി സക്സസ്ഫുൾ ആയിട്ട് അത് മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്ന സമയത്ത് കൃത്യമായിട്ടൊരു സ്റ്റഡി നടത്താതെ, നമ്മൾ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ഒന്നും ഇല്ലാതെ നമ്മളെ കുറച്ച് പൈസ ഉണ്ട്, നമ്മളോട് പോയി സ്ഥലം എടുക്കുന്നു, ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, അവിടെ യാതൊരു സാധ്യതാ പഠനവും നടക്കുന്നില്ല, എങ്ങനെ ഇതിന് എന്ത് റെന്റ് കിട്ടും, എന്ത് ഇൻവെസ്റ്റ്മെന്റ് വരും, ഇതിന്റെ ROI എങ്ങനെ വരും, നമുക്ക് പെർ ലാക്ക് എന്തൊരു വരുമാനം വരും, വാടക എന്ത് കിട്ടും, ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളൊരു പൈസ വെറുതെ ഒരു സ്ഥലത്ത് കൊണ്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, ഓക്കെ എന്റെ പൈസ അവിടെ സേഫ് ആണെന്നല്ലേ എനിക്ക് റിട്ടേൺ കിട്ടും, അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയൊന്നും കിട്ടില്ല. വളരെ എഫക്റ്റീവായിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടി ഒരു പൈസ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് നമ്മൾക്ക് അതിനകത്ത് റിട്ടേൺ വരുന്നത്. തീർച്ചയായിട്ടും അവിടെയാണ് നമ്മുടെ പ്രൊജക്ടിന്റെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ എന്താ ചോദിച്ചത്? അതായത് ഇപ്പം എങ്ങനെയാണത് ഇപ്പം നിങ്ങൾ ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ എടുക്കുന്നുണ്ടല്ലോ? അതെ, ഞാൻ അതിലേക്കാണ് വന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഒന്ന്, ഇപ്പൊ ലുലുവിന്റെ ഒക്കെ ട്വിൻ ടവർ ഉണ്ടല്ലോ, അവിടെ ഏകദേശം എനിക്ക് തോന്നുന്നത് 25,000 30,000 ഒക്കെ ആളുകൾക്കാണ് അവിടെ ജോബ് വരാൻ പോകുന്നത്. അതുകൂടാതെ കാക്കനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുണ്ടന്നൂർ അങ്കമാലി ഹൈവേ വരാൻ പോവാണ്, അത് ആ സൈഡിലൂടെയാണ് വരുന്നത്. ഇതൊക്കെ വരുന്നതോടുകൂടി കൊച്ചിൻ്റെ ഒരു വ്യൂ തന്നെ മാറും. ഇപ്പൊ എല്ലാവരും കൊച്ചി എന്ന് പറയുമ്പോൾ ഒരു എടപ്പള്ളി ലുലുമാളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് കൊച്ചിനെ കാണുന്നത്. ഇനി അത് മാറാൻ പോവാണ്. ടോട്ടലി കാക്കനാട് ഭാഗത്തേക്ക് ഒരുപാട് ലുലു അടക്കമുള്ള വലിയ വലിയ കമ്പനികൾ ഒരുപാട് ഫണ്ടുകൾ ഓൾറെഡി അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത്രയും ബിൽഡിങ്ങുകളും അത്രയും ഒക്യുപ്പേഷൻസും അവിടെ വന്നു കഴിഞ്ഞു. ഇനി അവിടുത്തെ സാധ്യതകൾ ആ കരിമുകൾ വരെ, അതായത് കാക്കനാട് നിന്ന് എക്സിറ്റ് ആവുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കനാട് കരിമുകൾ റോഡാണ്. ഈ ഭാഗമൊക്കെ തന്നെ ഒരുപാട് ഡെവലപ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കിംഫ്ര വന്നു കഴിഞ്ഞു, സ്മാർട്ട് സിറ്റിന്റെ വേറൊരു പ്രൊജക്ട് അവിടെ വന്നു, കിംഫ്ര വന്നു, വാട്ടർ മെട്രോ അവിടേക്ക് വന്നു, കൊച്ചി മെട്രോ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ പ്രൊജക്ടിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത്രയും ഡെവലപ്മെന്റുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ അവിടെ കാണുന്നത് നമ്മളൊരു 6 ഏക്കർ സ്ഥലത്ത് ഏകദേശം ഒരു 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒരു വെയർ ഹൗസ് ആണ്. അപ്പോൾ അവിടെ നമ്മളെ കൂടെ ഒരു ലിമിറ്റഡ് ആളുകൾക്കാണ് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുത്തുള്ളത്. അങ്ങനെ നമ്മളെ കൂടെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു റെന്റൽ വരുമാനമുണ്ട്, കൃത്യമായിട്ട് നല്ലൊരു റെന്റൽ വരുമാനം. അത് കൺഫേം ആണ്, കാരണം നമ്മൾ ഓൾറെഡി പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെന്റാണ്. അതിന് നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ. ഇത് എപ്പോൾ റെഡി ടു ഓക്യുപ്പൈ ആവുന്നോ അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് മാറാൻ പറ്റും. യെസ്, ഇമ്മീഡിയറ്റ്ലി. മേ ബി നിങ്ങൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്താണെങ്കിൽ നാളെ മുതൽ നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് റെന്റ് ചാലോ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാപിറ്റൽ അപ്രിഷിയേഷൻ ആണ്. അപ്പം മിനിമം നമുക്ക് ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷമൊക്കെ പീരീഡ് എടുത്തു കഴിഞ്ഞാൽ 20-30% ക്യാപിറ്റൽ അപ്രിഷിയേഷൻ നമുക്ക് കൺഫേം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. വിത്തിൻ 3 years 20-30% നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റും. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ 30% ഹൈക്ക്. യെസ്, ഹൈക്ക്. അത് നമുക്ക് അഷ്യൂരിറ്റി കൊടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പൊ ഈ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വളരെ സേഫ് ആണ്, കാരണം അത്രയും ക്യാപിറ്റൽ അപ്രിഷിയേഷൻ വരാൻ സാധ്യതയുള്ള ഇത്രയും നല്ലൊരു കൊച്ചിയുടെ ഏറ്റവും വലിയ ഡെവലപ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. കൊച്ചിൻ്റെ എന്നല്ല, കേരളത്തിന്റെ തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയും നല്ലൊരു ഏരിയയാണ്. നമുക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടിന്ന് ഇപ്പൊ ടിൻ ടവർക്ക് ഏകദേശം എത്ര കിലോമീറ്റർ? ഒരു 3 അല്ലെങ്കിൽ 3.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ, മാക്സിമം. വെരി ക്ലോസ് ആയിട്ടില്ല, വെരി ക്ലോസ്. ഞാൻ പറഞ്ഞല്ലോ, കൊച്ചിയിൽ നിന്ന് കാക്കനാട് ടു കരിമുകൾ റോഡ് എന്ന് പറയുമ്പോൾ അത് കാക്കനാട് നിന്ന് എക്സിറ്റ് ആവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിന്റെ മെയിൻ റോഡ് ഫേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി. അതായത് കാക്കനാട് ഒരു പ്രൈം ലൊക്കേഷൻ ആണ്. തീർച്ചയായിട്ടും. റെന്റൽ വരുമാനമാണെങ്കിലും പ്ലസ് അതിന്റെ ക്യാപിറ്റൽ ഹൈക്ക് ആണെങ്കിലും ഒക്കെ തന്നെ ഒരാൾക്ക് വളരെ ഷോർട്ട് പീരീഡ്, ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷമൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഈ 2 നിലക്കും ഒരു ഗോൾഡൻ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണെന്ന് ഞാൻ പറയും. ഇപ്പം എക്സ്പെഷ്യലി ഇപ്പം അറിയാം നമുക്ക്, അതായത് ഇപ്പം ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഹൈക്ക് റിട്ടേൺസ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങിക്കാന്ന് വിചാരിക്കാം. ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അപ്രിഷിയേഷൻ ഒക്കെ കുറഞ്ഞ സമയത്തേ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ കുറഞ്ഞ വർഷങ്ങളിൽ ചിലപ്പോൾ അതിന് അപ്രിഷിയേഷൻ ഉണ്ടാവും, പിന്നെ അതിന് ഭയങ്കരമായിട്ട് ഡിപ്രിഷിയേഷനാണ് വരാൻ പോകുന്നത്. ഒരു പരിധിയിലധികം ക്യാപിറ്റലിലേക്ക് ഒരിക്കലും ഒരു ഫ്ലാറ്റിൽ കിട്ടില്ല. രണ്ടാമത്തെ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. 1 കോടി രൂപന്റെ കുറഞ്ഞൊന്നും ഒരു ഫ്ലാറ്റ് ഒന്നും ഇപ്പോൾ കൊച്ചിയിലൊന്നും എവിടെയും കിട്ടാനില്ല. ഇനി 1 കോടി രൂപന്റെ ഫ്ലാറ്റ് വാങ്ങിയാൽ തന്നെ എന്താണ് റെന്റ് കിട്ടുക? ഒരു 30
30 രൂപ കിട്ടും. 30 രൂപ 25 രൂപയാണ് അതാണ് നമുക്ക് റിട്ടേൺസ് വരിക. മാക്സിമം ആണ് 30 രൂപ നല്ല ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിൽ. അത് അപ്രിസിയേഷൻ അല്ല ഡിപ്രിസിയേഷൻ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ആളുകൾ പിന്നെ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതാണ് പലപ്പോഴും ഇത്തരം സംഗതികളിലൊക്കെ. ഇതിപ്പോ നമുക്ക് അഷ്യൂർ ആയിട്ട് നമുക്ക് മന്ത്ലി നല്ലൊരു ഇൻകം കൊടുക്കാൻ കഴിയും. ആൻഡ് ഒരു 3 years നമുക്കൊരു പെർ ലാക്കിന് നിയർ 1000 രൂപീസിന്റെ ഒക്കെ അടുത്തുള്ള ഒരു ഇൻകം പെർ ലാക്കിന് ബൈ റെന്റൽ വരുമാനമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ ഒരു 3 to 4 yearsന്റെ ഉള്ളിൽ ഒരു 20 to 30% ക്യാപിറ്റൽ ഹൈക്ക് കൺഫേം ആണ്, 100%. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുന്ന സമയത്ത് ഇന്ന് ഇൻഡസ്ട്രിയിൽ കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആണ് ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടാൻ പോകുന്നത്. എന്താ അവർക്ക് ഒരു അഷ്യൂരിറ്റി എന്താണ്, അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി എന്താണ്? ഗ്യാരണ്ടി ഞാൻ പറഞ്ഞ 2 ഗ്യാരണ്ടിയാണ്. ഒന്ന്, ഇത് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ ഇത് നാളെ വേറൊരാൾ വന്നിട്ട് ഇത് റെന്റിന് എടുക്കുക, അങ്ങനെ റെന്റിന് പോവുക, അല്ലെങ്കിൽ പോവില്ലേ, അങ്ങനത്തെ ഒരു പോസിബിലിറ്റി അല്ല, അങ്ങനത്തെ ഒരു സംഭവത്തിന് ഇല്ല. പകരം നമ്മുടെ ഗോഡൺ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു താമസം, അതിന് മാക്സിമം പോയ ഒരു 1 week 10 days സമയം അത്ര മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് എപ്പോൾ റെഡി ആയി കഴിഞ്ഞാലും ഇമ്മീഡിയറ്റ് ഇതിൻ്റെ റെന്റ് ചാലുവാണ്. കാരണം നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഡോറാണ്. ഈ സ്റ്റീൽ ഡോറുകളും മാനുഫാക്ചറിങ് FRP സ്റ്റീൽ ഡോർ മാനുഫാക്ചറിങ് കമ്പനി ഇതൊക്കെ ഓൾറെഡി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അങ്ങോട്ട് മാറ്റാൻ പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു അഷ്യൂരിറ്റി. രണ്ടാമത്തെ അഷ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അവിടെ ഏത് കണ്ണുകൂട്ടനും അവിടെ പോയി കണ്ട് ഇവിടെ ഒരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ക്യാപിറ്റൽ അപ്രിഷിയേഷൻ ഉണ്ടാവും എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ പോയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ നമ്മളതൊരു നമ്മുടെ ലാൻഡും നമ്മുടെ പ്രൊജക്റ്റും ഒക്കെ തന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്യാണല്ലോ. അതുകൊണ്ട് ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും നല്ല പ്രോഫിറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് പിന്നെ ആസ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും, അഷ്യൂർഡ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ മീറ്റ് ചെയ്യാനും പറ്റും. അതാണ് ഒരു ഇൻവെസ്റ്റർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ? അതെ അതെ. ആസ് ഒരു ഇൻവെസ്റ്റർക്ക് ഞാനിപ്പോൾ ഇൻവെസ്റ്റ് എന്ന് വിചാരിക്കാം, എനിക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു? വളരെ സിമ്പിൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആപ്പ് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്തിൻ 3 years 3 വർഷം കൊണ്ട് 20 to 30% വരെ ക്യാപിറ്റൽ ഹൈക്കോട് കൂടി അതുവരെ അവർ എന്നാണോ എക്സിറ്റ് ആവുന്നത് ആ ലാസ്റ്റ് ഡേറ്റ് വരെ റെന്റ് അവർക്ക് കൊടുത്തുകൊണ്ട് ഒരു എക്സിറ്റ് പ്ലാൻ അവർക്ക് കൊടുക്കാൻ പറ്റും. ശരി. അതായത് വിത്തിൻ 3 years അവർക്ക് എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം. അത് കൂടാതെ ഒരു 20 to 30% വരെ ക്യാപിറ്റൽ ഹൈക്ക് വരും.